മണിയൻ എക്സ്പോർട്ടിംഗ് കമ്പനി എന്നാണ് വിളിക്കുന്നത്. നിങ്ങളുടെ പത്രത്തിൽ ഞങ്ങളുടെ കമ്പനിയുടെ ഒരു പരസ്യം കൊടുക്കാൻ പറഞ്ഞപ്പോൾ എന്ത് വൃത്തികളാണ് എഴുതി വിട്ടത്? എന്ത് വൃത്തിയായിരുന്നു? ഒരു മണിയൻ എക്സ്പോർട്ടിംഗ് കമ്പനി കൊടുക്കാനുള്ളതിന് മടിയൻ എക്സ്പോർട്ടിംഗ് കമ്പനി എന്നാ കൊടുത്തേക്കുന്നത്. നിങ്ങളെ പത്രം ഞാൻ പൂട്ടിക്കും, കേസ് കൊടുക്കും. ഇങ്ങോട്ട് വരണ്ട, എനിക്കിപ്പോ സമയമില്ല. എന്റെ കമ്പനിയുടെ ഇന്റർവ്യൂ എടുക്കാണ്, സ്റ്റാഫിനെ എടുക്കാനുള്ള. ഓക്കെ സംസാരിക്കാൻ സമയമില്ല. ഓക്കെ നെക്സ്റ്റ്. നമസ്കാരം. സാറിന്റെ ബയോഡാറ്റ. ഇത് എന്ത് പേരാണ്? ക്യാൻസറോ? ക്യാൻസർ അല്ല, കെ അൻസാർ. കെ എന്റെ ഇൻഷലാ. ശരി. ഇവിടെ കെ ഇടയ്ക്ക് ഒരു കുത്തിടേണ്ട കാര്യം തനിക്ക് അറിഞ്ഞൂടെ? ആവശ്യത്തിന് മുഖത്തോരെ കുത്തിട്ടല്ലോ, അതൊന്നും എടുത്തിട്ടൂടെ? അപ്പൊ എന്റെ കമ്പനിയുടെ പേരെന്താണെന്ന് അറിയാമോ? അറിയാം സാർ. എന്താണ്? മടിയൻ. ആ പത്രക്കാർ എഴുതി വിട്ടതാ. സോറി സാർ. മടിയൻ എന്നല്ല, മണിയൻ കമ്പനി. ഓക്കെ സാർ. കേട്ടോ? അപ്പൊ എന്റെ കമ്പനിയിൽ ഒരുപാട് സ്ത്രീകൾ ജോലി ചെയ്യുന്നുണ്ട്. അപ്പൊ തനിക്ക് പ്രേമത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? സാറേ, ഞാൻ അത്രക്കാരനല്ല കേട്ടോ. ഏടോ, അതല്ല പറഞ്ഞത്. പ്രേമത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? എന്റെ ചോദ്യമാണ്. പ്രേമല്ലേ? എനിക്ക് ഇഷ്ടമാണ്, നല്ലതാണ്. അപ്പൊ പ്രേമവും പ്രമേഹവും തമ്മിലുള്ള ബന്ധം എന്താണ്? അതാണ് എന്റെ ചോദ്യം. സാറേ, രണ്ടും പഞ്ചാരയല്ലേ? അതല്ല, അതിന്റെ കറക്റ്റ് ഉത്തരം വന്നില്ല, പൂർണ്ണതയിൽ എത്തിയിട്ടില്ല. സാറേ, എന്റെ ഊഹ ശരിയാണെങ്കിൽ ഈ പ്രമേഹവും പ്രേമവും രണ്ടും പിടിപെട്ടാൽ നമ്മളെ കൊണ്ടേ പോകത്തുള്ളൂ. അടുത്ത ചോദ്യം പഴഞ്ചൊല്ലിലാണ്. ആയിക്കോട്ടെ. പഴഞ്ചൊല്ലിൽ പതിരില്ലെന്നാണ് പഴമക്കാർ പറയുന്നത്. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ കൊരയ്ക്കും പട്ടി കടിക്കില്ല. അതെന്താണ് അങ്ങനെ പറയാൻ കാരണം? സാറേ, ഈ രണ്ട് കാര്യം ഒരേ സമയത്ത് ചെയ്യാൻ ഒരു പട്ടിക്കും കഴിയത്തില്ല. അത് കറക്റ്റ് ആണ്. താങ്ക് യു സാർ. അടുത്ത ചോദ്യം സാറേ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ കമ്പനിയുടെ പ്രോഡക്റ്റും സാറിന്റെ ചോദ്യം തമ്മിൽ യാതൊരു ബന്ധമില്ലല്ലോ. ഞാനാണ് മാനേജർ. ഇങ്ങോട്ട് ചോദ്യമൊന്നും വേണ്ട, ഞാൻ അങ്ങോട്ട് ചോദിക്കും. താൻ ജോലിക്ക് വന്നവനാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് താൻ ഉത്തരം ഇങ്ങോട്ട് തരണം. സോറി സാർ. അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്റെ കമ്പനിയുടെ പ്രോഡക്റ്റ് ആണ് ഒരു പേന. അതെ. ഈ പേന ഒരാൾ മേടിച്ചാൽ നമ്മളൊരു ഫ്രിഡ്ജ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്റെ സ്ഥാനത്ത് താനാണ് മാനേജരെങ്കിൽ കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ വേണ്ടി താൻ എന്ത് നിലപാടെടുക്കും? സാറേ, ഈ പേനയല്ലേ നമ്മുടെ പ്രോഡക്റ്റ്? അതെ. ഈ പേനയുടെ വില ഒരു 50,000 കൂട്ടിക്കഴിഞ്ഞാൽ കാര്യം ഓക്കെ. കറക്റ്റ് ആണ്. അപ്പൊ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞാൽ എന്റെ കമ്പനി 4ാം നിലയിലാണ്. ഈ 4ാം നിലയിലേക്ക് താൻ കടന്നു വന്നപ്പോ എത്ര സ്റ്റെപ്പുകൾ, എത്ര പടവുകൾ താണ്ടിയാണ് താൻ വന്നത്? 56. അയ്യോ, ഭയങ്കരം. ഇത് ആലോചിക്കാൻ തനിക്ക് എങ്ങനെ പറയാൻ പറ്റി? എന്റെ പൊന്ന് സാറേ, ഞാൻ ഈ ഇന്റർവ്യൂവിന് വന്നപ്പോഴേ എനിക്ക് അറിയാമായിരുന്നു ഇങ്ങനെ വൃത്തികെട്ട ചോദ്യമായിട്ട് കുറെ വൃത്തികെട്ടന്മാർ ഇവിടെ കാണുമെന്ന്. അതുകൊണ്ട് ഈ പടി മാത്രമല്ല, മറ്റു പലതും ഞാൻ ഇവിടെ എണ്ണിട്ടുണ്ട്. നിനക്ക് ജോലിയില്ല. ഒരിക്കലും ഞാൻ നിനക്ക് ജോലി തരത്തില്ല. നിനക്ക് തെണ്ടി തിരിച്ച് നടക്കത്തോളാ. ഇത് അങ്ങോട്ട് തള്ളിക്കയറി പോവാ. എടോ, ഒരു ഓഫീസ് വരുമ്പോ വൃത്തി മെനയായിട്ടൊക്കെ വരണ്ടേ? പൊന്നു സാറേ, ഞാൻ വീട്ടിൽ നിന്ന് വൃത്തി മെനയായിട്ട് ഇറങ്ങിയതാ. പിന്നെ എന്ത് സംഭവിച്ചു? പിന്നെന്ത് സംഭവിച്ചെന്നാ? വഴി മുഴുവൻ കുഴിയാ സാറേ, കുഴി മുഴുവൻ ചെളിയാ സാറേ, മഴ തുടങ്ങിയാൽ കുളമാ സാറേ, വഴിയല്ലിത് പുഴയാ സാറേ, പോന്നപ്പ ഞാനും വീണു റോട്ടിലായി, ദേഹത്താകെ ചെളി വറ്റി തലയും പൊട്ടി, നടുറോട്ടിൽ കിടന്നു ഞാൻ കരഞ്ഞുകൂട്ടി. ഇത് കണ്ടിട്ടൊരുത്തൻ എൻ്റെ അടുത്തുകൂടി, അവൻ എന്നെ രക്ഷിക്കുമെന്ന് ആശിച്ചുപോയി. പക്ഷെ മൊബൈലിൽ പടമെടുത്ത് അവൻ രസിച്ചു. അപകടമതെവിടുണ്ടേലും കൂട്ടുചെയ്യൽ ഇന്നൊരു സ്റ്റൈലാ, കാലത്തിൻ പോക്ക് കാലക്കേടില. എടോ, അങ്ങനെയാണെങ്കിൽ എന്റെ കമ്പനിയുടെ പ്രോഡക്റ്റുകൾ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ താൻ അത് വിറ്റ് തരുമോ? ഈ കമ്പനി സാറിനെ ഏൽപ്പിക്കുകയാണെങ്കിൽ ഈ കമ്പനി തന്നെ വിറ്റ് തരുന്ന കാര്യം ഞാൻ ഏറ്റു സാർ. എടോ, മണിയൻ ഭയങ്കര കമ്പനിയാണ്. അങ്ങനെ ഉത്തരവാദിത്തമുള്ള ഒരു ജോലി തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ തനിക്ക് ഉത്തരവാദിത്തം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. ആ മാതിരി വർത്താനം സാർ പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ ജോലി ചെയ്ത എല്ലാ കമ്പനിയിലും എന്ത് പ്രശ്നം ഉണ്ടായാലും അതിന് ഉത്തരവാദിത്തം ഞാനാന്ന് എല്ലാരും പറയാറ്. അതുകൊണ്ട് ഉത്തരവാദിത്തം ഇല്ലാന്ന് സാറ് പറയാൻ പാടില്ല.
എടോ തനിക്ക് ഈ കമ്പനി തരാൻ പോണ ജോലി എന്ന് പറഞ്ഞാൽ ഫീൽഡ് വർക്കാണ്. എന്നെ കൊണ്ടൊന്നും പറ്റില്ല. ദേഹത്ത് ചെളി പൊടിയാവുന്ന പരിപാടിക്ക് ഞാനില്ല. ആനന്ദോട് അങ്ങനെ പറയുന്നത്. കുത്തിപ്പിടിച്ചിരുന്നിട്ട് പഠിച്ചവനാ, ബിരുദങ്ങൾ വാരിക്കൂട്ടി ജയിച്ചവനാ. ദേഹത്തെങ്ങാൻ ചെളിയായാൽ സഹിക്കില്ല ഞാൻ. വെള്ളക്കോളർ ജോലിയില്ലിൽ പൊറുക്കില്ല ഞാൻ. എസി റൂമിൽ ജോലി ചെയ്യാൻ സുഖമല്ലേ സാർ. എങ്ങനെ ഇറങ്ങി പോകാൻ. അങ്ങനെ മലയാളത്തിൽ പറ. ഇന്ന് വന്നത് വന്നു, നാളെ പിച്ചക്കാരന് ഇതിനകത്ത് കയറി വരരുത്. താഴെ സെക്യൂരിറ്റി ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് മേടിച്ചോണം. അയ്യോ, ഞാൻ പിച്ചക്കാരനല്ല, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നല്ലേ. താൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ വന്നവനാണോ? സാർ എനിക്ക് തൊഴിലൊന്നു തരണം, ജീവിക്കുവാൻ ഇത് തന്നെ ശരണം. മാന്യനായി വന്നാൽ ജോലി തന്നിടാം. ഒരു മിനിറ്റ്. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇവിടെ താൻ ഇവിടെ വന്നാണ് ഇതൊക്കെ ഇടുന്നത്. ഇവിടെ വീട്ടിൽ നിന്നിട്ടുണ്ട് വരണ്ടല്ലേ ഇതൊക്കെ? എന്റെ പൊന്നി സാറേ, ഞാൻ ഇതൊക്കെ വീട്ടിൽ നിന്നിട്ടുണ്ട് വന്നു കഴിഞ്ഞാ ഈ റോഡിലുള്ള കുണ്ടിലും കുഴിയിലൊക്കെ വീണ് ചെളിയും പറ്റി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയാ തടിയന്റെ അവസ്ഥയായി പോകത്തില്ലായിരുന്നോ? ഇപ്പൊ ഇതാവുമ്പോ അന്തസ്സായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാലോ. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? കൊള്ളാം, നീ ബുദ്ധിമാനാടാ. കുഴി മുഴുവൻ കുഴിയാ സാറേ, കുഴി മുഴുവൻ ചെളിയാ സാറേ. മഴ തുടങ്ങിയാൽ കുളമാ സാറേ, വഴിയല്ലിത് പുഴയാ സാറേ. പോന്നപ്പ ഞാനും വീ